എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് PSC ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 3, 6, 9, 15, 24, 39, 63 അറിയത്തില്ല. അപ്പം 3ൻ്റെ കൂടെ 3 കൂട്ടി ഇപ്പോൾ 6 കിട്ടി. 9 കിട്ടണമെങ്കിൽ 3 കൂട്ടണം. 9ഉം 6ഉം 15ആണ്. പിന്നെ 24 വരണം. 15ൻ്റെ കൂടെ 24 കിട്ടണമെങ്കിൽ 9 വരണം. പിന്നെ ഉള്ളത് 24-ലൂടെ 39 കൂട്ടുമ്പോൾ 24ഉം 10ഉം 34ഉം 6ഉം 16 വരണം. അപ്പോൾ അതൊരു പാറ്റേൺ ആകുന്നില്ലല്ലോ. അപ്പോൾ അതും നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് നമ്മുടെ ചിന്തയിൽ അടുത്തൊരു കൺസെപ്റ്റാണ്. ഈ ഫസ്റ്റ് 2 സംഖ്യകൾ എത്രയാണെന്ന് കൂട്ടിക്ക് 6ഉം 3ഉം 9. അത് കിട്ടിയല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത 2 സംഖ്യകളെന്ന് കൂട്ടിക്ക് 9ഉം 6ഉം 15. ഓക്കെ, ഇനി 15ഉം 9ഉം കൂടി ഒന്ന് കൂട്ടി നോക്കി, അത് 24ആയി. 24ഉം 15ഉം കൂടി ഒന്ന് കൂട്ടിക്ക്, അത് 39ആയി. അതായത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട ക്വസ്റ്റ്യൻ. ആദ്യത്തെ 2 സംഖ്യകളുടെ സമ്മ നോക്കി 6, 3, 9 കിട്ടി. നോക്കി അടുത്ത 2 സംഖ്യ എന്ന് പറയുന്നത് 6, 9 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 15 കിട്ടി. 9, 6, 15 കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത 2 സംഖ്യകൾ 9ഉം 15ഉം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 24 എന്നുള്ള സംഖ്യ കിട്ടി. അങ്ങനെയെങ്കിൽ 24ഉം നമുക്ക് 39ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര? 9, 4, 13. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നമ്മൾ ആഡ് ചെയ്തു, 63 കിട്ടി. അങ്ങനെയെങ്കിൽ അവസാനത്തെ 2 സംഖ്യകൾ നമ്മൾ കൂട്ടി, ഈ 39ഉം 63ഉം കൂടെ കൂട്ടി. അപ്പോൾ എത്ര വരും? 9ഉം 3ഉം 12. 2ൽ അവസാനിക്കണം. അത് ഏതോ ഉള്ളൂ ഓപ്ഷൻ സി 102 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ കേസ് ഒന്നുകൂടെ ഞാൻ പറയുന്നു. നമ്മൾ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഓരോ മോഡലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കി, ആദ്യത്തെ 2 സംഖ്യകളുടെ സമ്മായിരിക്കും അടുത്ത സംഖ്യ, അടുത്ത 2 സംഖ്യകളുടെ സമ്മായിരിക്കും അടുത്തത്. 9, 6, 15 കിട്ടി. 15ൻ്റെ കൂടെ 9 കൂട്ടിയപ്പോൾ 24 കിട്ടി. 24ൻ്റെ കൂടെ 39 കൂട്ടിയപ്പോൾ 63 കിട്ടി. 39ൻ്റെ കൂടെ 63 കൂട്ടിയാൽ 102 കിട്ടി ആൻസർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 49, 7, 64, 8, -13. അയ്യോ, ഇതെന്തൊരു ക്വസ്റ്റ്യനാന്ന് നോക്കിയേ. 49, 7, 64, 8, -13. പക്ഷെ നമ്മളിത് എവിടെയാണ് കണ്ടിട്ടുണ്ട്? 49, 7 ഇതെവിടെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്? 64, 8 എവിടെയാണ് കണ്ടിട്ടുണ്ട്? പിന്നെ ഇതറിയത്തില്ല, ഇതറിയത്തില്ല. നമ്മൾ സ്ക്വയർ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ആദ്യമേ നമ്മൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ സ്ക്വയർ? 7ൻ്റെ സ്ക്വയറാണ് 49. ഓർത്തോ? മറന്നോ? അങ്ങനെയെങ്കിൽ 8ൻ്റെ സ്ക്വയറാണ് 64 എന്ന് നമ്മൾ പറഞ്ഞത് മറന്നോ? അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്തത് 13ആണ്. അതായത് ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ റൂട്ടായിരിക്കും, വർഗ്ഗമൂലമായിരിക്കും രണ്ടാമത്തത്. നോക്കി, 64ൻ്റെ വർഗ്ഗമൂലമാണ് 2ാം സ്ഥാനത്ത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഈ ഡാഷിൻ്റെ വർഗ്ഗമൂലമാണ് 13. അങ്ങനെയെങ്കിൽ 13ൻ്റെ സ്ക്വയർ ആകിയാലേ അല്ലെങ്കിൽ വർഗ്ഗമായിരിക്കില്ലേ ഈ ഡാഷിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് വരുന്നത്. നമ്മളവിടെ പറഞ്ഞിരുന്നു 13ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 169. ഓപ്ഷനകത്ത് 169 ഉണ്ടോ? മാറിപ്പോവരുത്. 196 ഓപ്ഷൻ എ ആയിട്ട് കിടപ്പുണ്ട്. നമ്മളുടെ എക്സാമിൻ്റെ ടെൻഷനും മാറിപ്പോവരുത്. 196, 169 മാറിപ്പോവരുത്. ഓക്കെ അല്ലേ? 169. 13ൻ്റെ സ്ക്വയറായി 169 ആയിരിക്കും ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. 3, 11, 23, 39, 59. 3 വ്യത്യാസം നമ്മൾ നോക്കാം. 3, 8ഉം 3ഉം 11 വരാം. 11ഉം 23ഉം തമ്മിലുള്ള വ്യത്യാസം 11ഉം 10ഉം 21, 12 വരാം. 23ഉം 39, 23ഉം 10ഉം 33, അത് 16 വരാം. ഇനി 39, 59 തമ്മിലുള്ള വ്യത്യാസം 20 വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വ്യത്യാസം നോക്കി, 8, 12ആയി, 4ൻ്റെ വ്യത്യാസം. 12, 16 ആണെങ്കിൽ 4ൻ്റെ വ്യത്യാസം. 16, 20 ആണെങ്കിൽ 4ൻ്റെ വ്യത്യാസം. അടുത്തത് അപ്പോൾ ഏതായിരിക്കും? 24 ആയിരിക്കണം നമ്മുടെ വ്യത്യാസം. അപ്പോൾ നോക്കിയേ, നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആവുമോ നോക്കിയേ. 8, 12ആയി, 12, 16ആയി, 16, 20, 24 ആകണം. അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ പൊതുവ്യത്യാസത്തിൻ്റെ കൂടെ തൊട്ട് മുമ്പിലുള്ള സംഖ്യ 59 കൂട്ടി. നമുക്ക് കൂട്ടാനൊന്നും നമുക്ക് സമയമില്ല. നമ്മൾ എന്ത് ചെയ്തു? അവസാന ഡിജിറ്റുകൾ മാത്രം കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കി. കാരണം ഇവിടെ എല്ലാം ഓപ്ഷനകത്ത് വ്യത്യസ്ത ആൻസറുകളാണ്. അവസാന ഡിജിറ്റ് എല്ലാം വ്യത്യസ്തമാണ്. നോക്കി, അങ്ങനെയെങ്കിൽ 9, 4, 13. 9, 4, 13. അവസാനം 3 വരുന്ന ഓപ്ഷൻ എ മാത്രം ആൻസർ 83.
സംശയം പിന്നെയും ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ കൂട്ടുന്ന 59 24 9 9 4 13 റിമൈൻഡർ 1 5 2 7 1 8 83 ആൻസർ 83. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകും. 10 11 14 23 50 ഡാഷ്. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും? 10ഉം 11 ഡിഫറൻസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കി 1 11ഉം 14ലേക്കും വരണമെങ്കിൽ 3ൻ്റെ വ്യത്യാസം വരണം. 14ഉം 23ഉം വ്യത്യാസം എത്ര വരും? 9ഉം 4ഉം വ്യത്യാസം വരും. ഇനി 27ഉം 50ഉം 23ൻ്റെ കൂടെ എത്ര കൂട്ടിയാലും 50 വരുന്ന 27. അപ്പോൾ 27 വരാം. ഇപ്പോൾ ഇവിടെ മറ്റൊരു മെത്തേഡ് നമ്മൾ പറയുകയാണ്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് 10 11 മാറി. ഈ ഡിഫറൻസ് എത്രയാണ്? 1. ഈ 11 14 മാറി. ആ ഡിഫറൻസ് എത്രയാണ്? 3. 14 23 മാറി. അപ്പം നമ്മൾ പകുതി വഴി വന്ന് നിൽപ്പുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺസെപ്റ്റ് കേട്ടോ നമ്മൾ പറയുന്നത്. 14 23 ആകണമെങ്കിൽ 9ൻ്റെ വ്യത്യാസം, 23 50 ആകണമെങ്കിൽ അത് 27ൻ്റെ വ്യത്യാസമാണ്. അതായത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇവിടെ 1 ഇത് 3 ആണെങ്കിൽ നമുക്ക് 3:1 എന്ന് എഴുതാം. ഇത് 9 ആണെങ്കിൽ ഞാൻ ചുമ്മാ 3² എന്ന് എഴുതി. 27ന് ഞാൻ 3³ എന്ന് എഴുതി. ഓക്കെ, അതുവരെ നമുക്ക് കറക്റ്റാണ്. അടുത്തത് അപ്പോൾ ഏത് വരണം? 3/4 ആയ 81. 27ൻ്റെ മൂന്നാമത്തെ ഗുണിതമാണ് 81. ഈ 1 എങ്ങനെ നമുക്ക് വരും? സുഹൃത്തെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 3/0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ കൺസെപ്റ്റ് എപ്പോഴും ഓർത്ത് വെച്ചോണം. നിങ്ങൾക്ക് ഒരുപാട് എളുപ്പം. 3/0 മാത്രമല്ല, എനി നമ്പർ റേസ് ടു 0, x/0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി 2/0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി 10,000/0 എന്ന് പറഞ്ഞാലും 1 ആയിരിക്കും. അപ്പോൾ എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എനി നമ്പർ റേസ് ടു 0 1 ആയിരിക്കും, മറന്നു പോകരുത്. അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മൾ 3/0 എന്ന് ആഡ് ചെയ്തു. ഓക്കെ, പുതിയൊരു പാറ്റേൺ കിട്ടി. 3/0, 3/1, 3² 3³ 3/4 ആണ്. അപ്പോൾ 50ൻ്റെ കൂടെ 81 കൂട്ടണം. 3/4 എന്ന് പറയുന്നത് 81. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. 3/4 എന്ന് പറയുന്നത് 3നെ 4 തവണ ഗുണിക്കുന്നതാണ്. 3 × 3 9. ഇവിടെ ഒരു 3 × 3 ഉണ്ട്, അത് 9, 81. ഇത് തന്നെയല്ല ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, 81. അപ്പം 50ൻ്റെ കൂടെ 81 ആഡ് ചെയ്യണം. 1 അവസാന സംഖ്യയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 131. ആൻസർ 131 ആയിരിക്കും ആൻസർ. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വെറൈറ്റി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളിപ്പോൾ ചെയ്തത്. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ചാൻസ് ഓർവായിരിക്കും. ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളുക. അപ്പോൾ 3/0, 3/1, 3/1, 3² 3³ 3/4 ആയ 81 ആഡ് ചെയ്താൽ മതിയായിരുന്നു ആൻസർ 131 കിട്ടാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 240 120 40 10 ഡാഷ്. 240 ഇത് നമ്മൾ നോക്കിയപ്പം ഗുണിക്കുവല്ല, കാരണം കുറഞ്ഞു വരിക. എന്നതാണേലും വലിയ സംഖ്യയിൽ നിന്ന് പെട്ടെന്ന് ചെറിയതിലേക്ക് മാറി വരിക. കൂട്ടലും കുറയ്ക്കലും ഒന്നും അല്ലെന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ ഗുണനവും അല്ല. അപ്പോൾ ഇത് ഏതിലേക്ക് വരാൻ ചാൻസ് ഉള്ളൂ? നമുക്കൊരു ഹരണത്തിലേക്ക് നോക്കാം. 240 120 അതായത് അതിൻ്റെ പകുതിയായെന്നല്ലേ അർത്ഥം? അതിൻ്റെ പകുതിയായെന്നർത്ഥം. 120 40 അതായത് അതിൻ്റെ 1/3 മാറിയെന്നല്ല അർത്ഥം. 40 10 മാറി, അതായത് 4/1 മാറിയെന്നല്ല അർത്ഥം. 40 10 മാറണമെങ്കിൽ, അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ ഏതായിട്ട് മാറണം? 5/1 മാറണം. 10ൻ്റെ 5 എത്രയാ? അത് 2 ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 2 3 5 9 17 അങ്ങനെയെങ്കിൽ 2 3 5 9 17 2 3 നമ്മളുടെ വ്യത്യാസം നമ്മൾ നോക്കി 1. ഇത് ഞാൻ പറഞ്ഞ പോലെ വലിയധികം ഒരു ഇൻക്രീസ് അല്ല. അപ്പോൾ അത് ഗുണനത്തിനും ഹരണത്തിനും ഒന്നും നമുക്കൊരു ചാൻസ് ഇല്ല. അവിടെ തൊട്ടടുത്ത സംഖ്യകൾ തമ്മിൽ ഒരു സൈസ് റെഡ്യൂസ് ചെയ്യുന്നില്ല. എല്ലായിടത്തും ഇൻക്രിമെൻറ്റ് മാത്രം കൂടി വരുന്നുള്ളൂ. അപ്പം മൈനസും വേണ്ട, പ്ലസിൻ്റെ കേസ് മാത്രം കൺസിഡർ ചെയ്യുന്നു. 2 3 ആയി 1, 3 5 ആയി, അത് 2 കൂടി. 3 2 5 ആണ്. 5ഉം അടുത്ത എത്രയാണ്? 4ഉം 9 ആണ്. 9ഉം
17 കിട്ടണമെങ്കിൽ 9ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 17 കിട്ടിയല്ലോ. അപ്പം 17 കിട്ടി. ഇനി അടുത്ത പാറ്റേൺ എന്താകും? അപ്പോൾ ഇവിടെ നമ്മൾ ആ വ്യത്യാസം ഒന്ന് നോക്കിയേ. വ്യത്യാസം 1 2ആയി, 2 4ആയി, 4 8ആയി. അങ്ങനെയെങ്കിൽ 6ആയിട്ട് മാറണം, 16ആയിട്ട് മാറണം. അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കി ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവസാന ഡിജിറ്റുകൾ നോക്കി. 6 7 13 33 കിട്ടുന്നുണ്ടോ നോക്കിയേ. 17 16 കൂടെ കൂട്ടുമ്പോൾ 33 കിട്ടി. ആൻസർ 33. അതായത് പൊതുവ്യത്യാസം മാത്രം നമ്മൾ നോക്കി. 1 2 4 8 16ലേക്ക് വരണം. അതായത് പൊതുവ്യത്യാസം അല്ല, ഇരട്ടിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 17ൻ്റെ കൂടെ ആ പൊതുവ്യത്യാസം 16 കൂട്ടുമ്പം 33. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. 5 16 51 158 അറിയത്തില്ല. കൂട്ടുവാണോ നോക്കിയേ. 5 16ആയി. 5 16 എന്ന് പറയുമ്പം 11ൻ്റെ വ്യത്യാസം. 16 51ആയി. പിന്നെയും കുറച്ചുകൂടെ വലുതിലേക്ക് പോയി. 51 158 എന്ന് പറയുമ്പം കുറച്ചധികം വലുതിലേക്ക് പോയി. അപ്പോൾ പിന്നെ നോക്കിയേ, ഓപ്ഷൻ അതിൽ നോക്കുമ്പം വലിയ സംഖ്യയിലേക്ക് പോവാം. അപ്പോൾ ഇത് പ്ലസ് അല്ല, മൈനസ് അല്ലെന്നറിയാം, ഡിവിഷനും അല്ലെന്നറിയാം. അപ്പം ഗുണനമാണോ എന്നൊരു ഡൗട്ട്. ഇനി 5 16 ആകണമെങ്കിൽ 5ൻ്റെ 3 ഇരട്ടിയാണ് 15. ചുമ്മാ നമുക്കൊന്ന് താഴേക്ക് എഴുതാം. 5ൻ്റെ 3 ഇരട്ടിയാണ് 15, പക്ഷെ 16ആണ്. അപ്പം ഞാൻ 5 × 3 + 1 16 കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. 16ൻ്റെ കൂടെ 3 കൂട്ടുമ്പം 48ആയി. അതിൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴല്ലേ 51 കിട്ടുന്നത്. ശരിയാണോ നോക്കാം. അപ്പം 16 × 3 + 3 51. 51ൻ്റെ കൂടെ 3 ഗുണിച്ചു. അപ്പോൾ എത്ര വരും? 1 3 3 I 3 15 153. പക്ഷേ ആൻസർ അവിടെ എത്രയാണ്? 158 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 158 കിട്ടാൻ 5 കൂട്ടിയാലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ 158 ആൻസർ വരും. അപ്പം അത് ശരിയാണല്ലോ. 51ൻ്റെ കൂടെ 3 ഗുണിച്ചു, 5 കൂട്ടിയപ്പോൾ 158. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയേ, × 3 എല്ലായിടത്തും × 3 എല്ലായിടത്തും 1 3 5. അടുത്തത് ഓഡ് നമ്പർ കൂട്ടിക്കൂട്ടി വരും ഓരോ കേസിലും. 1 3 5 7 അങ്ങനെ കൂട്ടിക്കൂട്ടി വരും. × 3 സംഖ്യ, × 3 + ഓഡ്, × 3 ഓഡ്. അപ്പം 158ൻ്റെ കൂടെ പാറ്റേൺ പിടികിട്ടി. 158നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഏതായിരുന്നു? 5 ആയിരുന്നു. അപ്പോൾ അടുത്ത ഓഡ് നമ്പർ 7 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗുണിക്കാൻ പോകരുതെന്ന് ഞാൻ പറഞ്ഞു. നോക്കിയേ, 4 1 ഓപ്ഷൻ അധികം 4 1 3 2 കിടക്കുന്നത്, വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് കുറേ കൂടെ ഏറ്റവും എളുപ്പമായിട്ട് മാറി. 3 8 24 അല്ലേ? 3 8 24, ലാസ്റ്റ് ഡിജിറ്റ് 4. അപ്പം 4ൻ്റെ കൂടെ 7 കൂട്ടുമ്പം 11, 1ൽ അവസാനിക്കണം. അങ്ങനെ ഏത് ഓപ്ഷനുള്ളൂ? 481. സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് ചെയ്തേക്കാം. 158ൻ്റെ കൂടെ 3 3 8 24, 2 I 3 15 2 17, 1 റിമൈൻഡർ, 1 3 3 1 4 474. അതിൻ്റെ കൂടെ 474ൻ്റെ കൂടെ 7 നമ്മൾ കൂട്ടുന്നു. 7 4 11 8 481. ശരിയല്ലേ? അപ്പം നമ്മുടെ പാറ്റേൺ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. × 3 സംഖ്യ, × 3 + 1, × 3 + 3, × 3 + 5, × 3 + 7. ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ 481. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു സെറ്റിൽ നമ്മളോട് PSCയിൽ അധികം ഈ ഒരു മോഡൽ ചോദിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ നമുക്ക് ചോദിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളെല്ലാ ഫീൽഡും നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കേസ് എന്നാന്ന് വെച്ചാൽ, ഇത്ര നേരം നമ്മളോട് ഒരു ശ്രേണിയുടെ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ശ്രേണിയിലെ തെറ്റായ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാറിപ്പോരുത്, മനസ്സിലാക്കണം. ഇവിടെ നമ്മളോട് ഫില്ല് ചെയ്യാനൊന്നും ചോദിച്ചിട്ടില്ല. മറ്റേ തൊട്ട് മുമ്പിലുള്ള സെക്ഷനിൽ നമ്മളോട് ഫില്ല് ചെയ്യണം അടുത്ത ഏതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എന്ന് വായിച്ചാൽ എല്ലാവരും, ഈ ശ്രേണിയിൽ തെറ്റായ സ്ഥാനത്ത് വന്നിരിക്കുന്ന സംഖ്യ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 10 13 19 20 24 27. അപ്പോൾ നമ്മൾ പ്രൈം നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് ചാടി കയറാൻ പോരുത്. കാരണം 10 പ്രൈം അല്ല, 20 പ്രൈം അല്ല. കാരണം 10ഉം 20ഉം വന്നാൽ കാരണം നടക്കത്തില്ല. 24 പ്രൈം അല്ല, 27. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുന്ന് 13 പ്രൈമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാരണം 19 ഉണ്ട്. അപ്പോൾ അതും നടക്കത്തില്ല. അപ്പം ഇനി ഇതിനകത്ത് എന്തായിരിക്കും ഒരു പോംവഴി ഉണ്ടായിരിക്കും? നമ്മളൊന്ന് ചുമ്മാ നോക്കാം. നമ്മളുടെ മറ്റേ മെത്തേഡ് പോലെ നമ്മൾ ഡിഫറൻസ് നോക്കി 13
ഇത് തമ്മിലുള്ള ഡിഫറൻസ് അവിടെ ഇരിക്കട്ടെ. ഇത് എത്രയാണ്? 13ഉം 19ഉം വരുമ്പം 6ൻ്റെ വ്യത്യാസം വരുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ലാസ്റ്റിൽ നിന്ന് നമുക്ക് വരാം. 24 27 എന്ന് പറയുമ്പം 3ൻ്റെ വ്യത്യാസമാണ്. 20ഉം 24ഉം വരുമ്പം 4ൻ്റെ വ്യത്യാസമാണ്. അപ്പം നമുക്കൊരു ഡൗട്ട് തോന്നി. 4 ഒന്നരാടൻ ഇടവിട്ട് 4ഉം 3ഉം അങ്ങനെ വ്യത്യാസമായിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റിൽ ഈ 6ന് പകരം 4 നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കിയേ. +3 +4. അങ്ങനെയെങ്കിൽ അടുത്ത ടൈം എന്ന് പറയുമ്പോൾ ഒരു +3 ആണ് വരേണ്ടത്. നോക്കിയേ, +3 +4 +3 +4 +3 +4 അങ്ങനെയാണ് ആ സീരീസ് പോകേണ്ടിയിരുന്നത്. പക്ഷേ രണ്ടാമത്തെ കേസിൽ നോക്കിയേ 10 13ആയി. 13ഉം 4ഉം കൂടെ കൂട്ടുമ്പം 17 വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ എത്രയായിരുന്നു? ഇവിടെ 17 ആയിരുന്നെങ്കിൽ നമുക്ക് അടുത്ത നോക്കിയേ 17 3 20 24 24 24 3 27. അപ്പോൾ ഇവിടുത്തെ തെറ്റായിട്ടുള്ള സാധനം ഏതാ? 19. ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് നമുക്ക് സമയം കൂടുതലെടുക്കുന്ന ഒരു സെക്ഷനാണ് ഈ സംഖ്യാശ്രേണിയിലെ നമ്മളുടെ ഈ ഒരു മോഡൽ ക്വസ്റ്റിന്. താഴെ തന്നിരിക്കുന്ന തെറ്റായ സംഖ്യ ഏതാണെന്ന് കണ്ടെത്താൻ ചോദിച്ചിരിക്കുന്നത്. 10 13 19 20 24 27 ആണെങ്കിൽ +4 +3 +4 അങ്ങനെ ആകുമ്പോൾ ഇവിടെ 17 ആയിരുന്നു വന്നിരുന്നെങ്കിൽ ശരിയായിരുന്നു. അപ്പോൾ 20 24 27 ആയിട്ട് വന്നതിന് ഇത് നടക്കത്തില്ല. അപ്പോൾ ഇത് തെറ്റാണ്. 19 തെറ്റ്. നമ്മുടെ ആൻസർ 19. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. 10 13 234 681 997. 10 13 234 681 997. 10 13. അപ്പോൾ ഇത് 3ൻ്റെ വ്യത്യാസമാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. 3ൻ്റെ വ്യത്യാസമാണെന്ന് കണ്ടെത്തി. 13 234 പോയി. അപ്പം നമുക്ക് പ്ലസ് ആണെന്ന് നമുക്ക് ഉറപ്പല്ലാതായി, മൈനസ് അല്ലാന്ന് ഉറപ്പായി, ഡിവിഷനും അല്ല, പിന്നെയുള്ള ഗുണനമാണെന്ന് നമുക്ക് പിടികിട്ടി. ഓക്കെ, ഗുണനമാണെങ്കിൽ 10 × 3 30 വരേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സീരീസിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നില്ല. നോക്കിയേ, 10 13 അങ്ങനെ നമുക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അത് +2 അല്ല. അപ്പോൾ നമ്മുടെ ആ പാറ്റേണും തെറ്റിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊന്ന് ആലോചിച്ച് 10 13 234 681 997 ഇതിലേതാണ് തെറ്റെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മുടെ വേറൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണേ. 10 എന്ന് പറയുമ്പം 1ഉം 0ഉം കൂടെ ആ സംഖ്യകളൊന്ന് കൂട്ടിക്കേ. 10 1 + 0 1. 13 ഒന്ന് കൂട്ടിക്കേ. 13നെ കൂട്ടുമ്പം 1 + 3 അത് 4 കിട്ടും. നോക്കിയേ, ഡിജിറ്റിൻ്റെ സമ്മ് 1 + 3 4. 234 ഡിജിറ്റിൻ്റെ സമ്മെന്ന് പറയുമ്പം 2 + 3 + 4 4 3 7 2 9. ഇത് തന്നെയാണോ നമുക്ക് നിർബന്ധമില്ല കേട്ടോ, നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയെങ്കിൽ 681 നമ്മൾ നോക്കി. 6 + 8 + 1 8 6 14 1 15. ഇനി 997 നോക്കി. 997 നമ്മൾ നോക്കുമ്പം 9 + 9 + 7 9 9 18 7 25. അതായത് ഇത് 1ൻ്റെ സ്ക്വയർ ആകാം, ഇത് 2ൻ്റെ സ്ക്വയർ ആകാം, ഇത് 3ൻ്റെ സ്ക്വയർ ആകാം, ഇത് 4ൻ്റെ സ്ക്വയർ ആകാം. പക്ഷേ 15 ഏതിൻ്റെയെങ്കിലും സ്ക്വയർ ആണോ? അല്ല. അപ്പം 681 ഓപ്ഷനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ 681. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. 2 6 11 20 30. 2 6 ഇത് വലിയൊരു മൾട്ടിപ്ലിക്കേഷൻ അല്ല. നോക്കി, എല്ലാം ചെറിയ അടുത്തടുത്ത് സംഖ്യകളോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ 2 6 4 കൂട്ടുമ്പോൾ 6 വരും. ആ വ്യത്യാസമാണ് നമ്മളെടുത്ത്. 6ഉം 2ഉം വ്യത്യാസം 4. 11ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 11ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 5. ഈ 11ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അത് ഇവിടെ ആണെങ്കിൽ 11ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം അത് 9. 20ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അത് 10. അപ്പോൾ ഇവിടെ ഇതാണ് പാറ്റേണിൻ്റെ ഏകദേശം ഒരു രൂപം. പക്ഷേ ഈ 4 5 9 10 ഇതൊരു പാറ്റേണിലല്ല കിടക്കണേ. അപ്പോൾ ഞാൻ ഈ 11നെ നമ്മളൊന്ന് മാറ്റാൻ പോവുക. കാരണം ഇവിടെ 6ന് വന്നാൽ 4ഉം 2ഉം 6. അപ്പോൾ ഈ ഒരു പാറ്റേൺ ശരിയാകില്ല 6 എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നോക്കി 2 6 11 20 30. ഇവരുടെ ഡിഫറൻസ് 10 നമുക്കറിയാം, ഇവരുടെ ഡിഫറൻസ് 4 അപ്പോൾ ഈ രണ്ടെടുത്ത ഗ്യാപ്പിൽ ഞാനിവിടെ ചുമ്മാതെ ഒന്ന് എഴുതി നോക്കി. ഇവിടെ ഒരു 6 ഇട്ട് കൊടുത്തു. ഇതൊരു 8 ആണെങ്കിൽ 4 6 8 10 അതൊരു ഓർഡറിലേക്ക് വരും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് 6, ഇത് 6, 2ഉം 4ഉം 6,
6ഉം 6ഉം ഇത് 12 ആയിരുന്നെങ്കിൽ ശരിയാവുമെന്ന് നോക്കിയേ. ഈ 11-ന് പകരം 12 ആയിരുന്നെങ്കിൽ ശരിയാവുമെന്ന് നോക്കിയേ. 6ഉം 6ഉം 12, 12 വെട്ടും 20, ഈ 20ഉം 10ഉം 30. അപ്പോൾ ഇത് ഏതായിരുന്നു? ഇവിടെ 11-ന് പകരം 12 വന്നായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിരുന്നു സീരീസ്. അപ്പോൾ നമ്മുടെ തെറ്റായ ആൻസർ 11 ആയിരിക്കും. ഞാൻ പറഞ്ഞ തെറ്റ് ഏത് എന്നൊരു സീരീസിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് പഴയതുപോലെ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഓടത്തില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 3 മോഡൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. PSC അധികം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇത് നമ്മുടെ റെയിൽവേയിൽ അല്ലെങ്കിൽ SSCയുടെ എക്സാമിനൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. സമയം കളയാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ എക്സാമിനൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ ഈ മിസ്സിംഗ് ടൈം കണ്ടുപിടിക്കാൻ പറയുന്നത്. കാരണം അവിടെ നമുക്ക് സമയം മാക്സിമം ഇതിന് വേണ്ടിയിട്ട് കളയണം. അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഈ ഒരു മോഡൽ 3 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 ക്വസ്റ്റ്യൻ ഒന്ന് നല്ല രീതിയിലൊന്ന് നോക്കണം. ഓക്കെ, നമ്മൾ അടുത്തൊരു മോഡലിലേക്ക് നമ്മൾ പോവുകയാണ്.